CPM-ന്റെ സംസ്ഥാന സമ്മേളനം സമാപിക്കുമ്പോൾ യുവ നേതാക്കന്മാർക്ക് വളരെയധികം പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള നേതൃത്വ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എത്രമാത്രം യുവജനങ്ങളെ പൊതുസമൂഹത്തിലേക്ക് സേവന തൽപരരായി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയ്ക്കാണ് കൊല്ലത്തെ സംസ്ഥാന സമ്മേളന വേദി സാക്ഷിയായത്. ഒപ്പം തന്നെ അനാരോഗ്യവും വിഭാഗീയ പ്രവർത്തനവും ഉള്ളവരെയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ ജീവിതത്തിനും ഭാഗികമായെങ്കിലും റിട്ടയർമെന്റ് ആവശ്യമാണ് എന്നുള്ളതിന്റെ തിരിച്ചറിവ് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഈ നയം. കണ്ണൂരിൽ നിന്ന് MV ജയരാജനും KK ശൈലജയും ഒപ്പം തന്നെ PN മോഹനനുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വന്നിരിക്കുന്ന പുതിയ മുഖങ്ങൾ എന്ന് പറയാം. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കണ്ണൂരിന് ഒരു വലിയ പ്രാധാന്യം ഇക്കുറി കാണാൻ കഴിയുന്നുണ്ട്. 17 അംഗങ്ങളിൽ 5 പേർ പിണറായി വിജയൻ ഉൾപ്പെടെ കണ്ണൂരിൽ നിന്നുള്ളവരാണ് എന്നത് ശ്രദ്ധേയമാണ്. പണ്ട് KK ശൈലജയെ മത്സരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ സ്ത്രീകൾക്ക് തീരെ പ്രാധാന്യം നൽകാത്ത പാർട്ടി എന്നാണ് ഇടതുപക്ഷത്തെ കോൺഗ്രസ് കടന്നാക്രമിച്ചത്. എന്നാൽ ഇപ്പോൾ സംസ്ഥാന സമിതിയിലേക്ക് 12 വനിതകളുടെ പേരുകളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ക്ഷണിതാവായി ഒരു വനിത കൂടി വരുന്നതോടെ മൊത്തം 13 വനിതാ അംഗങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പാർട്ടിയുടെ നയം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രായോഗിക തലത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് തങ്ങൾക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു എന്നും എന്നാൽ സഖാക്കൾ നൽകിയിട്ടുള്ള അതിശക്തമായ പിന്തുണയും നിർദ്ദേശങ്ങളും പുതിയ ആശയങ്ങളും പ്രതികരണങ്ങളും സാമ്പത്തിക സ്രോതസ് ഒരു പ്രശ്നമേ അല്ല എന്ന ബോധ്യമാണ് തങ്ങളിൽ ഉണ്ടാക്കിയതെന്നും സംസ്ഥാന സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തതിനു പിന്നാലെ AK ബാലൻ പ്രതികരിച്ചു. സാമ്പത്തിക സ്രോതസ്സാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും ആശങ്കയുണ്ടാക്കുന്നത്. എന്നാൽ സാമ്പത്തിക സ്രോതസ് ഒരു പ്രശ്നമേ അല്ല എന്ന് ബോധ്യമാകാൻ സംസ്ഥാന സമ്മേളനം കാരണമായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും സംഘടനാപരമായും പാർട്ടി സഖാക്കളെ ഏറ്റവും ശക്തരായ രൂപത്തിൽ സന്നദ്ധരാക്കുവാൻ ഈ സമ്മേളനം കൊണ്ട് സാധിച്ചുവെന്നും AK ബാലൻ പറഞ്ഞു. പ്രസ്ഥാനം പിന്നോട്ട് പോയിട്ടില്ല എന്നും പ്രസ്ഥാനം മുന്നിലേക്ക് വളരുക തന്നെയാണ് ചെയ്തതെന്നും ആത്മവിശ്വാസത്തോടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. നയവ്യതിയാനം എന്ന വലിയ ചർച്ചകൾ നടക്കുമ്പോഴും യാതൊരു നയവ്യതിയാനവും ഇല്ല എന്നും സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തുന്നതെന്നുമുള്ള പുതിയ വിവരങ്ങൾ ഒരു തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തമ്മിൽ തല്ലി തകരുന്നത് കാണാൻ കാത്തിരുന്നവർക്കൊക്കെ തിരിച്ചടിയായിരിക്കുകയാണ്. ഒരു വലിയ തലമുറ മാറ്റം തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിയുന്നതോടുകൂടി നടക്കുന്നത്. അതേസമയം CPIM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ മാസ്റ്റർ തുടരും. പാർട്ടി സംസ്ഥാന സമ്മേളനമാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. ഇത് 2ാം തവണയാണ് മാസ്റ്റർ പാർട്ടിയെ നയിക്കുന്നത്. പാർട്ടി സംസ്ഥാന സമ്മേളനം 89 അംഗ സംസ്ഥാന കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിപ്ലവ ഭൂമിയായ മൊറാഴയുടെ മണ്ണിൽ നിന്നും പോളിറ്റ് ബ്യൂറോ വരെ ഉയർന്ന MV ഗോവിന്ദൻ മാസ്റ്റർ 6 പതിറ്റാണ്ടിന്റെ പൊതുപ്രവർത്തനത്തിലെ അനുഭവ സമ്പത്തുമായാണ് CPIM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അടിയന്തരാവസ്ഥയിൽ ഉരുകിത്തെളിഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവായ MV ഗോവിന്ദൻ മാസ്റ്റർ MLA ആയും മന്ത്രിയായും പാർലമെന്ററി രംഗത്തും മികവ് തെളിയിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലെ കാർക്കശ്യം, അതുല്യമായ സംഘടനാ പാടവം, നാട്ടുകാർക്കിടയിലെ സൗമ്യ സാന്നിധ്യം, കമ്മ്യൂണിസ്റ്റ് കർഷക പോരാട്ട ഭൂമിയായ മൊറാഴയുടെ സമര പാരമ്പര്യമാണ് MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന നേതാവിനെ രൂപപ്പെടുത്തിയത്. ബാലസംഘത്തിലൂടെ പൊതുപ്രവർത്തനം തുടങ്ങിയ MV ഗോവിന്ദൻ മാസ്റ്റർ യുവജന കർഷക പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ നിന്ന് നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ്.